സോ ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു 34 സ്വാഗതം. അപ്പോൾ ഗേസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റുമായിട്ടാണ്. ഗേസ്, എല്ലാവർക്കും അറിയായിരിക്കും മൈൻക്രാഫ്റ്റ് ബ്ലോക്കായിട്ടുള്ള ഒരു ഗെയിമാണ്. ഞാൻ അതിൻ്റെ സെറ്റിങ്സ് ഒന്നും സെറ്റാക്കിയിട്ടില്ല ഗേസ്. ആ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ വരാം കേട്ടോ. ഗേസ്, നമ്മുടെ സ്പോൺ ഇവിടെ ആയിട്ടാണ്. നമ്മുടെ സെറ്റിങ്സ് ഒന്ന് സെറ്റാക്കി വരാം ഗേസ്. അപ്പോൾ യെസ്, നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. യെസ്, ഫസ്റ്റിലെ നമുക്ക് വുഡ് വെട്ടി തുടങ്ങാം. ഗേസ്, പംകിൻ ഇവിടെ അടുത്ത ഉണ്ടാകേണ്ട വില്ലേജ് ഉണ്ട് ഗേസ്. നമുക്കൊന്ന് നോയി പോയി നോക്കാം. ചെറിയ ലാഗുണ്ട്, സീനില്ല. പംകിൻ എന്നിട്ട് അതിൻ്റെ മോന്ത എന്നിട്ട് നോക്കാം. അമ്മ തോന്നുന്നോട്ടാന്ന് എന്താണ് അങ്ങോട്ട് നോക്കിയേ. കേസ് ഇപ്പോൾ വരാവേ. കേസ് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ. ഓ ഫുട്ട് ഓടാ. അയ്യാ, ഈ പന്നി എന്നെ പറ്റിക്കാണല്ലോ. എനിക്കറിയാടി. ഓക്കെ, ഇപ്പോൾ വരാം. കേസ് എല്ലാം സെറ്റായി. ഇനി ഷീപ്പിനെ കൊല്ലാം. ആ ലാഗും കൂടെ ഒന്ന് സെറ്റായത്. എടാ ഓക്കെ, അവിടത്തേനെ കൊണ്ടിട്ടുണ്ട്. നമുക്ക് വിശക്കുന്നുണ്ട്. ആർമാടില്ലോ ആർമാടില്ലോ അല്ലേ അത്. പക്ഷെ സൂം ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ കമ്പ്യൂട്ടറിലേ പറ്റുള്ളൂ. ഇവിടെ ആർമാടില്ലോ. സൗണ്ട് കേട്ടോ ഒളിച്ചിരിക്കത്തില്ലേ. കുടി. യെസ് കേസ്, പാവം കൊല്ലുണ്ടായിരുന്നു. എങ്ങനെ ഗീസ് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗീസ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് പിടിക്കാം. ഓ ലാമ. ഓക്കെ, പശുവിന് നല്ല ലൈഫ് പോയിട്ടുണ്ട്. എവിടെടാ ചാവാത്ത എന്താടാ ഇവൻ? എവിടെടാ ഇവൻ്റെ ആകാശത്തോട്ട് പറന്നു പോയാ? ചത്ത. ഞങ്ങൾക്ക് പറന്നു പോയിക്കണം. പക്ഷെ ഇവിടെ വില്ലേജെ കൊണ്ട് സിലിമിനാണ്ടി ഇവിടെ എവിടെ ഇവനൊന്നും ചാകാത്ത. നിന്നെ ഇപ്പൊ കൊല്ലണം. കേസവനെ കൊന്നിട്ടുണ്ട്. എടാ നമുക്കറിയാം കണ്ടോ എന്തിനാ ഇങ്ങനെ. കേസ് അവിടെ പന്നിയും പശുവും ഓടിപ്പോയിട്ട് പശുവിനെ ചാടി അടിക്കാം. ദിസ് ഈസ് ജോൺ സീന. കേസ് വീണ്ടും കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട്. അറിയാടി കേസ്, നമ്മൾ ബ്രെഡ് ഉണ്ടാക്കണം. ഷീപ്പിനെ കാണണം. മനസ്സിലായി. 2 വട്ടം ബാറിനൊക്കെ ഹോൾഡ് ഇറ്റ്. അപ്പോൾ അത് പോകും. ഓക്കെ, നമ്മൾ ഷെയ്ഡറൊന്നും എടുത്തില്ല. നമ്മൾ പാവപ്പെട്ടവരാണ്.
വുഡ് വെട്ടിയിട്ടില്ല ഗീസ്. നമ്മൾ പൊട്ടന്മാരെ ഫുഡ് കളക്ട് ചെയ്യുമായിരുന്നു. ഞാനാണ് പൊട്ടന്മാർ, നിങ്ങളല്ല. ഞാനാണ് പൊട്ടൻ, നിങ്ങളല്ല പൊട്ടൻ. നിങ്ങളാരും പൊട്ടന്മാരൊന്നുമല്ല, ഞാനാണ് പൊട്ടൻ. Okay, let's go. ഓക്കെ, 9 ഫുഡായിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് 10 ഫുഡ്. ഓ, കുഞ്ഞ് ഷീപ്പ്. അതിൻ്റെ അമ്മേനെ ആയിരിക്കും നമ്മൾ നേരത്തെ കൊന്നത്. അവിടെ ഇവർ കുറേ നേരമായല്ലോ, നമുക്കറിയാന്നേ. പോയി. ഞാൻ കൊല്ലുന്നേ. കുഞ്ഞുങ്ങളുണ്ടാകും നോക്കണം. പശുവൊക്കെ കുഞ്ഞില്ല, പന്നിക്ക് കുഞ്ഞില്ല. ഉയ്യോടാ പാവോടാ അച്ചോടാ. നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇതെന്തുകൂടെ നമുക്ക് സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇവിടെ വൂള് വെച്ച് സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇതെന്തുവാടാ? ഇത് വെച്ച് എന്താ കാര്യം? ഇതെന്തോ പുതിയതായിട്ട് വന്നതാണോ? പുതിയതായിട്ട് വന്ന സാധനങ്ങൾ. സോഡങ്ങ് ക്രിയേറ്റ് സ്റ്റിക്ക്. വെറുതെ സോഡ ഉണ്ടാക്കിയാൽ മതി. ആപ്സ് വെച്ച് എല്ലാത്തിനും വെട്ടിക്കൊല്ലാം. വേണ്ട, 2 അടിയോ സോഡ വെച്ചാണെങ്കിൽ 2 അടിയേ ഉള്ളു. ഓക്കെ, നമുക്ക് ബെഡ് ഉണ്ടാക്കാനായിട്ടുണ്ട്. ചാടാ. സോഡിന് 2 അടിയേ ഉള്ളു. പക്ഷേ ബീഫ് കഴിക്കാം നമുക്ക്. ചിക്കൻ പറ്റൂല. ഇവിടെ ആർമാടില്ലോ. ഇവിടെ കുറേ ആർമാടില്ലോ. 3 ആർമാടില്ലോ. 1 2 3. ഇത് കുഞ്ഞാർമാടില്ലോ ഗേസ്. ഇതെൻ്റെ കുഞ്ഞാർമാടി. നമ്മളൊന്നും ചെയ്തില്ലല്ലേ? അത് ഇറങ്ങി വരുന്ന നല്ല രസമുണ്ട്. വില്ലേജ് കണ്ടുപിടിക്കാൻ പോയിട്ടൊരു കുണ്ടി കണ്ടുപിടിച്ചില്ല. അവിടെ ഒരു സർവൈവൽ ഐലൻഡ് പോലെ ഒരു ഐലൻഡ് കാണുന്നുണ്ട്. കന്നിട്ട് പോണ്ട. ഈ ഫ്രീ ഫയർ ഞാൻ നിർത്താനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് പോയി. യെസ് കിട്ടുവാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ നോക്കാം. ഈ മഡ് എടാ, ഇത് കൊള്ളാം. ഇത് കുറച്ച് കറക്റ്റ് കളക്ട് ചെയ്തിട്ട് ഒരു സാപ്ലിങ്. അവിടെ എനിക്ക് സാപ്ലിങ് വേണം. ഓക്കെ, അത് പൊട്ടിച്ചാൽ സാപ്ലിങ് വരും. വീണില്ലേ? യേസ് മുമ്പാവാ അമ്പലായി. യേസ് ദേണ്ട സാപ്ലിങ്. വീണ്ടും മുമ്പാവാ അമ്പലായി. സാപ്ലിങ് തന്നെ എവിടെ നിന്ന് കിട്ടും? സാപ്ലിങ് അല്ലേ? അയ്യോ, രാത്രി 6.
ബെഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെയായിട്ട്. ഉണ്ടാക്കട്ടെ. ഈ മോസ് കാർപ്പറ്റ് നമുക്ക് ഇതിൻ്റെ മണ്ടക്ക് പോയി താമസിച്ചാലേ. യെസ് കേസ്, നമ്മൾ ഇതിൻ്റെ മണ്ടക്ക് പോയി താമസിക്കാനാണ്. ഓടേ ഒരു കാര്യം ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിള് കഴിവണ്ടേ. ഇത് ബ്രെഡ് ഉണ്ടാക്കട്ടെ. ഇതങ്ങ് പൊട്ടിച്ച് കളയട്ടെ. എല്ലാം സെറ്റ്, ഓൾ സെറ്റ്. ഇനി ഓടിപ്പോയിട്ട് ഉമ്മി സ്കെൽട്ടൻ, ഉമ്മി സോംബി പറത്തിക്കോ കണ്ടമ്പോ റൺ ടാണാനാണ് ടാണാനാണാനാണ് റൺ ടാണാനാണാനാണ്. ഇവിടെ കുറേ മോൺസ്റ്റേഴ്സ് ഉണ്ട്. ഉമ്മി ഓടിക്കോ റൺ ടാണാനാണ്. ഈ ഗുഹയ്ക്കകത്ത് വിളിച്ച് ചോദിക്കാം. എടാ ഓടറാ ഉമ്മി. അവിടെ സ്കെൽട്ടൻ പെട്ടെന്ന് കിടന്നുറങ്ങാം. അയ്യോ അമ്മച്ചി, മിക്കവാറും കിടന്നുറങ്ങാൻ പറ്റാതെയോ. കാര്യം ചെയ്യാം. ഓടോ സ്പൈഡറിനെ അറ്റാക്കിന്. ചത്ത് നമ്മൾ വില്ലേജിൻ്റെ അടുത്ത് തറേ. ഓ കേസ് ചത്ത് ഞാൻ ചത്ത് കേസ് ചത്തേ. അമ്മച്ചി റീസ്പോൺ സെറ്റിങ്. പോടപ്പട്ടി. നമ്മൾ എന്തായാലും റീസ്പോൺ സെറ്റ് ചെയ്താൽ നന്നായി. കറക്റ്റ് സമയം ചത്ത്. എന്താടാ നോക്കിയിരിക്കുന്ന? നിനക്കെന്നെ കൊല്ലടാ ടീസ്പൂണായ ബാടാ. ഇവിടെ സ്കെൽറ്റിൻ്റെ പൂരം നമുക്ക് നിന്ന് കൊടുക്കാം. കേസ് അവൻ എന്നെ കൊല്ലോ നോക്കട്ടെ. കേസ് അങ്ങനെ രക്ഷപ്പെട്ടു കഷ്ടിച്ച്. ബെഡ് വെച്ച് ഉറങ്ങിക്കൊണ്ട് രക്ഷപ്പെട്ടു. അല്ല നമ്മൾ ഉറപ്പാ മോനെ അമ്പലായനെ. ഹാർട്ടായിരുന്നു കേസ്, ഹാർട്ട്. അതിനകത്ത് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ഞാനപ്പോൾ പിന്നെ അല്ല നമ്മൾ സ്പീഡ് റണ്ണർ പോലെയാണ്. നമുക്ക് വില്ലേജ് ആണ് ഓടിക്കണം. ഈ ഷീപ്പ് 2 ഷീപ്പുകൾ ഒന്നിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം അവർ രണ്ടുപേരും വഴക്കിട്ടു. അങ്ങനെ ഇവർ വഴക്കിട്ട കണ്ട് ഒരാൾ വന്ന് നിങ്ങളിനി ജീവിക്കണമെന്ന് പറഞ്ഞു. എന്തിനാ വഴക്കിടാൻ പോകുന്ന? ജീവിതമാകുമ്പോൾ വഴക്കൊന്നും പാടില്ല. വഴക്കൊക്കെ ഉണ്ടാവും, പക്ഷേ പിരിഞ്ഞു പോകാൻ പാടില്ല. പിടിച്ചു വെക്കണം. ഇവൻ ആദ്യം പിരിഞ്ഞു പോയി. അപ്പം ഇവനെ കൊന്നു. നീ ജീവിച്ചോ, പക്ഷേ അവനെ ഞാൻ കൊന്നു കളഞ്ഞു. യെസ്, അങ്ങനെ കഥ അവസാനിച്ചു. അതേപോലെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ യെസ്, നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. പിന്നെ മഴ ഇല്ലെങ്കിൽ സ്കൂളിൽ പോവുക. മഴ നന്നായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം
റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നല്ല മഴയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോകാമെന്ന് എനിക്കറിയത്തില്ല. ചിലവരൊക്കെ പോകും, പക്ഷെ എന്നെ പോലത്തെ ഉള്ളവരൊന്നും പോകത്തില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.